ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇലക്ഷൻ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇലക്ഷൻ സീസൺ ആണെന്ന്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലരും ഇലക്ഷൻ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഫീറ്റ് വിഡ്ത്തും 4 ഫീറ്റ് ഹൈറ്റും ഉള്ള ഒരു ഫ്ലെക്സ് ഡിസൈനാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിനകത്ത് കാണുന്ന ഈ ഒരു ഫോട്ടോസും അതുപോലെ മെറ്റീരിയൽസുമാണ് ഞാൻ ഈ ഒരു ഫ്ലെക്സ് ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലെക്സ് ഡിസൈൻ ഞാൻ യൂസ് ചെയ്യുന്ന ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് അമ്പരപ്പം തോന്നണ്ട. ഞാനിത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഫോട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ആ ഒരു ഇലക്ഷൻ്റെ ഒറിജിനൽ ഫോട്ടോ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു ഫോട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ യൂസ് ചെയ്യുക. അപ്പം ആദ്യം തന്നെ നമുക്കിവിടെ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ പോകുന്നുണ്ട്, ന്യൂ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ നെയിം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന 4 അടി വിഡ്ത്തും 4 അടി ഹൈറ്റും ഉള്ളൊരു ഫ്ലെക്സാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. ഒരു ഫീറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ 4 ഫീറ്റ് വരുമ്പോൾ 48 ഇഞ്ചാണ് വരിക. നമുക്കിവിടെ വിഡ്ത്തിൽ 48 കൊടുക്കാം. അതുപോലെ ഹൈറ്റും 48 ഇഞ്ചാണ്. പിന്നെ അടുത്തായിട്ട് വരുന്ന റെസൊല്യൂഷൻ 72 മതി. അതുപോലെ നിങ്ങൾ ഈ ഒരു പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് CMYK കളർ മോഡ് സെലക്ട് ചെയ്യുക. ഞാൻ RGB കളർ മോഡാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂ വെച്ചിട്ടുള്ള ഒരു ന്യൂ ഡോക്യുമെൻ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആവശ്യമുള്ള മെറ്റീരിയൽസ് നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റിനകത്തേക്ക് മൂവ് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനിവിടെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സീസണിൽ പ്രിൻ്റ് ഡിസൈനേക്കാളും ആളുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഡിസൈനുകളാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സൈസൊക്കെ കുറച്ച് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്തായിട്ട് പാർട്ടി നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതെല്ലാം ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു PNG ഫോർമാറ്റിലാണ് ഉള്ളത്. നമുക്കിതിനെ മൂവ് ചെയ്ത് വെക്കാം. ഇവിടെ നിങ്ങൾക്ക് പാർട്ടി നെയിമും അതുപോലെ തന്നെ ഇലക്ഷന് നിൽക്കുന്ന വാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് വരുന്ന പാർട്ടി ലോഗോയാണ്. ഇത് നമുക്കിവിടെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇലക്ഷൻ നിൽക്കുന്ന ആളുടെ പേരൊക്കെ ടൈപ്പ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. ആവശ്യമുള്ള സൈസൊക്കെ കൊടുത്ത് അലൈൻ ചെയ്ത് വയ്ക്കാം. ഞാൻ ഈ ഒരു ഫ്രീ ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തത്. Ctrl+T ആണ് ഇതിൻ്റെ ഷോർട്ട് കീ ആയിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിലും കോപ്പി ചെയ്ത് വയ്ക്കാം. ഇത് നമുക്ക് ഈ നെയിമിൻ്റെ റൈറ്റിലായിട്ട് കൊടുക്കണം. ഇതിന് നമുക്ക് ആ നെയിമിൻ്റെ സൈസ് വേണമെന്ന് നിർബന്ധമില്ല. നെയിമിനെ നമുക്ക് അല്പം ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു 2 ലെയറിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യാം. സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു അലൈൻമെൻറ്റിൽ തന്നെ ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. അതിനായിട്ട് നമുക്കിവിടെ ഒരു ഗൈഡ് ലൈൻ കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഗൈഡ് ലൈനിൽ കറക്റ്റായിട്ട് നമുക്ക് അലൈൻ ചെയ്ത് വെക്കാൻ കഴിയും. അതുപോലെ അടുത്ത ഡീറ്റെയിലും മൂവ് ചെയ്ത് വെക്കാം. ഇതിൽ നിന്ന് നമുക്ക് വൈറ്റ് കളർ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡീറ്റെയിൽ നമ്മൾ അല്പം ഡ്രോപ്പ് ഷാഡോ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഇമേജിനകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഡ്രോപ്പ് ഷാഡോ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതുപോലെ തന്നെ കീപ്പ് ചെയ്യാം. ഇനി അടുത്തായിട്ട് വരുന്ന നമ്മൾ ഈ ഒരു വിജയിപ്പിക്കുക എന്നുള്ള ഒരു PNG ആണ്.
ഇതിന് നമുക്ക് വൈറ്റ് കളർ തന്നെ കൊടുക്കാം. അതിനായിട്ട് നമുക്കിവിടെ എഫക്ട്സിൽ പോവാം. ഇവിടുന്ന് കളർ ഓവർലേ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓൾറെഡി ഞാൻ കളർ ഓവർലേ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇത് എനേബിൾ ചെയ്ത് വെക്കാം. ഇനി അടുത്തായിട്ട് ഇവിടെ അല്പം PNG ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബലൂൺ PNG ഉണ്ട്. നമുക്ക് ഇതിനകത്ത് കൊടുക്കാനുള്ള ഒരു ക്യാപ്ഷനും കൂടിയുണ്ട്. ഇതിന് ഞാൻ ഇവിടുന്ന് വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈസ് അല്പം റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ചെറിയൊരു ക്യാപ്ഷനാണ്. നമുക്കിത് ചെറിയ സൈസിൽ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ബലൂണിൻ്റെ സൈസും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്പ സൈസ് കൂടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എല്ലാം നമുക്ക് ഫൈനലായിട്ട് ഒന്നുകൂടെ ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഞാനിത് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാഫിക്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.